ഇന്നപ്പോ നമ്മുടെ ക്രിസ്മസ് സീരീസിന്റെ മൂന്നാമത്തെ പാർട്ടാ. ഇന്ന് 2 ബലൂണും ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പോഴേ കാര്യം എന്താന്ന് മനസ്സിലായി കാണുമല്ലോ. അത് തന്നെ മോനെ, നമ്മുടെ സ്നോമാൻ. ഇത്രയും വലുതൊന്നും ഉണ്ടാക്കണ്ട, ചെറുതുണ്ടാക്കാം എന്നൊക്കെയായിരുന്നു. പക്ഷേ വേറൊരു ആവശ്യത്തിനായിട്ട് ബലൂൺ വാങ്ങിച്ചപ്പോഴത്തേക്കിനും ഇതുണ്ടാക്കാന്നൊരാഗ്രഹം. അപ്പൊ പിന്നെ ഉണ്ടാക്കി നോക്കാന്ന് ഓർത്തു. പിന്നെ ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴല്ലേ മക്കളെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യം 2 ബലൂൺ വീർപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല രീതിയിൽ പശ തേച്ച് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഒരു 3 ഓട്ടം ഒട്ടിച്ചാൽ മതി. ഞാനിവിടെ 3 ഓട്ടം ഒട്ടിച്ച. ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ ഒട്ടിക്കാം. പക്ഷേ നമ്മൾ ഒട്ടിക്കുന്നതനുസരിച്ച് സമയം കൂടുന്നേ ഉള്ളൂ. ഞാനിവിടെ ഒരു ദിവസം എടുത്തു ഇത് ഉണങ്ങാനായിട്ട്. ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ഇത് പൊട്ടിക്കുമ്പോൾ മുഴുവൻ പോകുമോ എന്നൊക്കെ. പേടിച്ചാ പൊട്ടിച്ച്. എന്തായാലും സക്സസ് ആയിട്ട് കിട്ടുകയും ചെയ്തു. എന്നിട്ട് അത് കുറച്ച് റൗണ്ട് ആക്കി എടുത്ത് മുറിച്ചെടുത്തിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക, കുറച്ച് കട്ടി കിട്ടാനായിട്ട്. എന്നിട്ട് സ്കെച്ച് പെന്ന് കൊണ്ട് 2 കണ്ണും വരയ്ക്കുക, ഒരു വായും വരയ്ക്കുക, 2-3 ബട്ടൺസും വരയ്ക്കുക. എന്നിട്ട് ക്ലേ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക മൂക്ക്. ഇനി വേണ്ടത് കൈ. അതിന് നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഈർക്കിലി എടുക്കാം. ഇനി നിങ്ങൾക്ക് കമ്പുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാനിവിടെ ഈർക്കിലി ഓടിച്ചിട്ടാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ചൂലിന്റെ ഈർക്കിലിയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് വീട്ടിലും കൂടെ ചോദിക്കാൻ നല്ലതാ കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് ഗ്ലൂ ഗണ്ണ് തേച്ച് കൊടുത്തിട്ട് ആ സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അയ്യോ, ഒന്ന് പറയാൻ വിട്ടുപോയി, നമ്മുടെ തൊപ്പിയുടെ കാര്യം. തൊപ്പിയും കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്നോമാനെ കാണാൻ അടിപൊളിയായി. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഒരു സാധനത്തിന്റെ കുറവും കൂടെ ഉണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? അത് തന്നെ മോനെ, റിബൺ. ഒരു റെഡ് കളർ റിബണും കൂടെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തു കഴിയുമ്പോ സംഭവം സെറ്റായി. ചെറിയ റിബൺ ആണേലും മതി, എനിക്ക് വലിയ റിബണാണ് കിട്ടിയത്, അതുകൊണ്ടാണ് അത് വെച്ചത്. പക്ഷെ എന്തായാലും സംഭവം അടിപൊളിയായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കണ്ട, കുറച്ച് ലൂസായിട്ട് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം ടൈറ്റ് ആയിട്ടായിരുന്നു കെട്ടിക്കൊടുത്തിരുന്നത്. അന്നേപ്പത്തേക്കിനും എന്താ വള്ളി മാത്രം കാണാം, ബാക്കിയൊന്നും കാണത്തില്ലായിരുന്നു. പിന്നീട് കഴുത്തിലേക്കൊക്കെ കുറച്ചൊന്ന് ഇറക്കി വെച്ച് കഴിയുമ്പോഴാണ് സംഭവം കാണാൻ അടിപൊളിയായത്. പിന്നെ ആദ്യം ബോയൊക്കെ കെട്ടിക്കൊടുക്കാമെന്നാ ഓർത്തത്. പിന്നെ അതങ്ങോട്ട് സുഖിച്ചില്ല, അതുകൊണ്ട് അതങ്ങ് മാറ്റി. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടാ പറയുവോ വെറും 2 ബലൂണിന്ന് വന്ന സംഭവമായിരുന്നു. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഈ തലയിൽ വെച്ചിരിക്കുന്ന ബോളിൽ ഞാൻ ന്യൂസ് പേപ്പർ നിറച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തൊപ്പി വെച്ചപ്പോഴത്തേനും അതിന് വെയിറ്റ് താങ്ങുന്നില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ഒരു വശം ചെരിഞ്ഞായിരുന്നത്. പിന്നെ ഒരു വിധത്തിലാണ് വെച്ചത്. അപ്പൊ എങ്ങനെ സംഭവം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.